താങ്കൾ വളരെ 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 കാര്യമായി പറഞ്ഞു വെക്കുന്നത് അതുതന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമി എങ്ങനെ ലീഗിൽ അവരുടേതായ ശക്തമായ സ്വാധീനം ചെലുത്തിക്കഴിഞ്ഞിരിക്കുന്നു, അതിൻ്റെ വളരെ കൃത്യമായ അപകടമാണ് പല കാലത്തും സമസ്ത നേതൃത്വം വെളിപ്പെടുത്തിയിട്ടുള്ളത്. ആ അനുഭവമാണ് ഉമർ ഫൈസി മുക്കം ഇന്നലെയും പൊതുസമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ മുൻപ് പാണക്കാട് തങ്ങൾ, ഹൈദരലി തങ്ങളുടെ കാലത്ത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അതിനനുസരിച്ച് അത് കേൾക്കാനും ആ മുന്നറിയിപ്പുകളെ ഉൾക്കൊള്ളാനും സന്നദ്ധമായിരുന്നു. പക്ഷേ പുതിയ കാലത്ത് പാണക്കാട് അതിന് തയ്യാറാകുന്നില്ല എന്ന രീതിയിലാണ് അവർ ഈ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്നത്. സ്വാലിഹ, ഇതിൽ അതൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, ലീഗ് ആഗ്രഹിക്കുന്നത് സമസ്ത, അതിലെ ഈ പണ്ഡിത സഭ, ആ നേതൃത്വം, മതനേതൃത്വം എന്ന നിലയിൽ തന്നെ ലീഗിനൊപ്പം നിൽക്കുക, ലീഗ് പറയുന്നത് പോലെ ആ ഒരു നല്ല ബന്ധത്തിൻ്റെയും ഊഷ്മളമായ ബന്ധത്തിൻ്റെയും, നേരത്തെ ജിജോ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അതെല്ലാം അതിജീവിച്ചു പോയിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ കാലത്തിൽ നിന്ന് ശക്തമായ ഭിന്നതയുടെ, അതിന് 1, 2, 3, 4 എന്ന് പറയാവുന്ന നിലയിൽ അക്കമിട്ട് നിരത്താവുന്ന വിഷയങ്ങൾ ഒക്കെയും വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയ സ്വാധീനത്തിലേക്ക് ലീഗ് പോകുന്നു എന്ന സമസ്തയുടെ ശക്തമായ ഒരു അഭിപ്രായം തന്നെയാണോ? അത് ലീഗിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? മതപണ്ഡിതന്മാർക്കിടയിൽ ആ ചിന്ത കുറേ കൂടി ശക്തമായി വരികയും സമസ്ത നേതൃത്വത്തിലാകെയും അത് കാര്യമായി വരികയും ചുരുക്കം ചില മതപണ്ഡിതന്മാർ മാത്രം ലീഗ് നേതൃത്വത്തിനൊപ്പം, അല്ലെങ്കിൽ പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കൊപ്പം ആ നിലപാടിനനുസരിച്ച് നിൽക്കുകയും ഭൂരിപക്ഷം ആളുകളും ഈ വിധം ഒരു ചിന്തയിലേക്ക് ശക്തമായി മാറിയതും ലീഗിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ സമസ്തയുമായുള്ള ഈ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യുന്നതിൽ? തീർച്ചയായും ഈ സമസ്തയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറയുകയാണ്, 1922 മുതൽ ഏതാണ്ട് നിഷ്പക്ഷ സംഘം, ഐക്യ സംഘം എന്നൊക്കെ പേരിൽ മുജാഹിദ്, പിന്നീട് കേരള നേതൃത്വത്തിൽ മുജാഹിദീനായി മാറിയത് ഈ സംഘടനയാണ്. ഈ സംഘടനയിലേക്ക് മുസ്ലിങ്ങൾ ഒന്നടങ്കം, സുന്നി ആശയങ്ങൾ ഒന്നടങ്കം പോയപ്പോൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന ഈ സുന്നി കൺസെപ്റ്റിനെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കുന്നത് തന്നെ. പിന്നീട് ബാഫക്കി തങ്ങളുടെയൊക്കെ കാലത്ത് ലീഗ് സ്വാധീനം സമസ്തയിൽ വന്നതിന് ശേഷം സമസ്തയ്ക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് കോഴിക്കോട് നഗരത്തിലെ പോലും വളരെ പ്രധാനപ്പെട്ട പള്ളികൾ, പട്ടാളപ്പള്ളി, മുഹിയുദ്ദീൻ പള്ളി, തിരൂരങ്ങാടിയിൽ ചാലിലകത്തിനെ പോലുള്ള മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന തിരുരങ്ങാടി പള്ളി പോലെയുള്ള പള്ളികളെല്ലാം ഈ സുന്നികൾക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പൂർണ്ണമായി ഈ ആശയങ്ങൾ ഇല്ലാതായി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഘട്ടത്തിലാണ് ഇതുപോലെ ഇന്നലെ സംസ്ഥയുടെ പ്രസിഡന്റ് ഇറങ്ങിപ്പോയി എന്ന് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന കാര്യം തന്നെ 1989 കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇതേ രീതിയിൽ സമസ്ത മുശാവറയിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത് ഈ മുസ്ലിം ലീഗിന്റെ ഈ ഇടപെടലുകൾ കൊണ്ട് മാത്രമായിരുന്നു. അന്ന് ഇതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ നേരിട്ടത്. അദ്ദേഹത്തെ ഇപ്പോൾ CPIM-ന്റെ സ്ലീപ്പിംഗ് സെൽ എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തെ അരിവാൾ സുന്നി എന്ന് പറയുന്നു. ഈ വഹാബി സ്വാധീനം, ഈ സലഫികളുമായുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തെ റിയാദിൽ, സൗദി അറേബ്യയിൽ അദ്ദേഹത്തെ ജയിലിൽ അടച്ചിട്ടുണ്ട് മുസ്ലിം ലീഗുകാർ. ഈ ഒരു സംഭവത്തിൽ അദ്ദേഹത്തിന് നഷ്ടമൊന്നും വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം ഇദ്ഹാറുൽ ഫറഖി വസ്സുറൂർ എന്ന ഗ്രന്ഥം അദ്ദേഹം എഴുതുന്നത് റിയാദിലെ തടവറയിൽ വെച്ചാണ്. അങ്ങനെ വലിയ നഷ്ടങ്ങൾ. ഇതാണ് AP ഗ്രൂപ്പിനോടും സമസ്ത AP വിഭാഗമായാലും EK വിഭാഗമായാലും മുസ്ലിം ലീഗിൽ നിന്ന് സമസ്തയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇതൊക്കെയാണ്. ഇതിനെ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന രീതിയിൽ മുസ്ലിം ലീഗുകാർ നിരന്തരം അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുക, ഭീഷണിപ്പെടുത്തുക. 8 പേരെ, കാന്തപുരം സുന്നികളുടെ 8 പേരെയാണ് കൊലപ്പെടുത്തി കളഞ്ഞിട്ടുള്ളത്. ഈ ഓമശ്ശേരിക്കടുത്ത് അമ്പലക്കണ്ടി KTC അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ഒരാളെ അയാളെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തി തലക്ക് കോൺക്രീറ്റ് കമ്പി അടിച്ചു കയറ്റി അതിന് മുസ്ലിം ലീഗിന്റെ പതാക കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഈ വലിയ തർക്കം 89കളിലൊക്കെ ഈ തർക്കം നടക്കുന്ന സമയത്ത് 94ലാണ് ആ സംഭവം നടക്കുന്നത്. ഇങ്ങനെ വലിയ ശത്രുത ഈ സമസ്ത സംഘടനകൾക്ക് അല്ലെങ്കിൽ പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിപ്പോഴും സമസ്തയ്ക്ക് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് തുടരുന്നുണ്ട്. അത് തിരിച്ചറിയുകയാണ് സമസ്ത നേതൃത്വം. അന്ന് ചെയ്തതുപോലെ തന്നെ ഈ മുസ്ലിം സെക്ടറുകൾ, വിഭാഗങ്ങൾ എന്ന് പറയുന്നതൊക്കെ ജാതീയമായ വേർതിരിവല്ല, ചെറിയ ആശയപരമായ വേർതിരിവാണ്. ആ വേർതിരിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ജമാഅത്തിന്റെ ഒക്കെ സ്വാധീനമുള്ള നേതാക്കളെ സമസ്തയുടെ മുശാവറയിൽ ഉൾപ്പെടുത്താൻ ലീഗ് ശ്രമിക്കുന്നു. ആദർശേരി ഉസ്താദിനെ പോലെ, അതുപോലെ ബഹാവുദ്ദീൻ നദ്വി കൂരിയാടിനെ പോലെയുള്ള ജമാഅത്ത് സ്വാധീനമുള്ള മതപണ്ഡിതരെ മുശാവറയിലേക്ക് കൊണ്ടുവരുന്നു. അവരെ ഉപയോഗപ്പെടുത്തി ഇത്തരത്തിലുള്ള നീക്കുപോക്കുകൾ
നടത്തുന്നു. അത് സുന്നി ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമാണെന്ന് കരുതുന്നു. സ്വാഭാവികമായും ഈ സമസ്തയൊക്കെ നിലനിൽക്കുന്നതിന്റെ ഒരു പ്രധാന ആവശ്യം, അത് ഈ ഒരു സാമൂഹ്യ ഘടനയുടെ തന്നെ, നമ്മുടെ ഒരു സാമൂഹിക ആരോഗ്യത്തിന്റെ കൂടെ ഭാഗമാണ് ഈ സമസ്തയൊക്കെ. മുസ്ലിം ചെറുപ്പക്കാർ മുഴുവനായി SDPI പോലുള്ള സംഘടന, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സ്വാധീനമുള്ള മേഖലകളിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ ഈ സലഫി ആശയങ്ങൾ, ലോകമെമ്പാടും ഭീകരവാദികളെ സംഭാവന ചെയ്തത് ഈ സലഫി ആശയധാരയായിരുന്നു. അതിലേക്കൊക്കെ പോകുന്നത് തടഞ്ഞു നിർത്തിയത് സമസ്തയായിരുന്നു. ഈ അത് ഒരിക്കലും അത് മുസ്ലിം ലീഗ് ആയിരുന്നില്ല, സമസ്തയുടെ ആശയങ്ങളായിരുന്നു. ആ സമസ്തയെയാണ് ഇവർക്ക് വേണ്ടി, ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കും മുജാഹിദിനും വേണ്ടി വീണ്ടും ഇങ്ങനെ കുളം കലക്കി മീൻ പിടിക്കാനുള്ള ഒരു ശ്രമം മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ഇപ്പൊ സ്വാലിഹ് പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, സമസ്തയുടെ പലവിധ ആശങ്കകളും വിമർശനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ടതാണ് ജമാഅത്തെ ഇസ്ലാമി സ്വാധീനമുള്ള മതപണ്ഡിതരെ മുഷാവറയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് സമസ്തയുടെ നേതൃത്വം തിരിച്ചറിയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു രാഷ്ട്രീയ നേതൃത്വമായി മുസ്ലിം ലീഗ് മാറുന്നു. അത് പകൽ പോലെ വെളിപ്പെട്ട ഒരു കാലമാണ്. അത് സമസ്തയിൽ നിന്നുകൂടി തന്നെ, സമസ്തയുടെ നേതൃത്വത്തിൽ നിന്ന് തന്നെ മുസ്ലിം ലീഗ് നേതൃത്വം ഈ കടുത്ത വിമർശനം കേൾക്കേണ്ടി വരുന്നു എന്നുള്ളിടത്താണ് ആ സംഘടന എത്രമാത്രം ആ നിലയിൽ മുസ്ലിം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നയിടത്ത് പാളിപ്പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വഴിമാറുന്നു എന്ന പ്രശ്നം മുസ്ലിം ലീഗ് നേരിടുന്ന. സമസ്തയിലൂടെ തന്നെ അത് കുറേ കൂടി ആധികാരികമായ വിമർശനമായി മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കേൾക്കേണ്ടിയും വരികയാണ്. ഈ നിലയിലാണ് ഇതിൻ്റെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യേണ്ടതായും വരുന്നത്.